ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കറണ്ട് ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താലാണ് നമ്മുടെ കരിയർ ഗ്രോത്ത് സാധ്യമാകുന്നത്, അത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യാൻ പാടില്ല, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 വർഷം മുമ്പാണ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പാണ് ഒരാളിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അയാളുടെ ഒരു മൂല്യം നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അതിനനുസരിച്ചാണ് മറ്റുള്ളവർ അതിനെ വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എന്നെ അവർ ഒരു സബ്ജക്റ്റിൻ്റെ മാസ്റ്ററായിട്ട് കാണും. ഒരുപക്ഷെ എനിക്ക് PhD ഉണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്തിലെ ഒരു പണ്ഡിതനായിട്ടോ അല്ലെങ്കിൽ പുതിയ അറിവുകൾ ശേഖരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടോ ഒക്കെയാണ് എന്നെ PhD ഉണ്ടെങ്കിൽ മറ്റുള്ളവർ കരുതിയിരുന്നത്. ഇത് 10-15 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാനൊരു ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്, ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മുമ്പിലുള്ളതെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് ആ ജോലി ചെയ്യാനുള്ള നൈപുണ്യം എൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് നോക്കുന്നത്. ഈ നൈപുണ്യം എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്കിൽ സെറ്റുകൾ എൻ്റെ കൈവശമുണ്ടോ, എനിക്ക് അതിനുള്ള പ്രാവീണ്യമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന് പല ഓർഗനൈസേഷൻസും പഴയ പോലെ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് പോലെ സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങളുടെ ഡിഗ്രി ആണോ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണോ ചെയ്തതെന്ന് നോക്കി ആളിനെ എടുക്കുന്നതിന് പകരം യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി അവരുടെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ആ സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ അവരെടുക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഇന്ന് ഒരുപാട് മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ കരിയറിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്ന രീതിയിലുള്ള കരിയർ ഗ്രോത്ത് ആണ് വേണ്ടത്, പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡിന് പോകുന്നതിന് പകരം നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ സ്കിൽ സെറ്റുകളെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്കിൽ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിലൊന്ന് കൊഗ്നിറ്റീവ് സ്കിൽസ്, 2 ടെക്നിക്കൽ സ്കിൽസ്, മൂന്നാമത്തേത് സോഷ്യൽ സ്കിൽസ്. ഈ കൊഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള പ്രാവീണ്യം, നമ്മൾ എന്ത് റീസണിങ് ആണ് ഉപയോഗിക്കുന്നത്, ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്, നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം സ്കില്ലുകളാണ് കൊഗ്നിറ്റീവ് സ്കിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ നോളജ്, അതൊരു പക്ഷേ ഒരു സോഫ്റ്റ്വെയർ നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ആയിരിക്കാം, അല്ല എങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടുള്ള കുറേ നോളജ് അയാൾക്ക് ആവശ്യമുണ്ട്. പ്ലംബറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെക്നിക്കൽ നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ നോളജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ സ്കിൽസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അവിടെ നമുക്ക് മറ്റുള്ളവരുമായി ഇടപെടാനുള്ള സ്കില്ലുണ്ടോ, നമുക്ക് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ പുതിയ എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുത്തെ മാറ്റങ്ങളുമായി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ സ്കിൽസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ വിചാരിക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്കപ്പോൾ നല്ല രീതിയിലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമല്ലോ എന്ന് ആലോചിക്കും. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഗെയിം ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ 3 തരം സ്കിൽ സെറ്റുകളെയും ഒരുപോലെ തന്നെ പ്രാവീണ്യം നേടുകയും അതിൽ ഒരുപോലെ തന്നെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ജോലിയുടെ സാഹചര്യത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കിൽ സെറ്റുകളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു ഗ്രോത്ത് കിട്ടും എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ സ്കിൽ സെറ്റുകളെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഒരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും. ആ ഫൗണ്ടേഷൻ്റെ മുകളിലാണ് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മേളിൽ നമ്മൾ റൂഫ് ഇടുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ സ്കിൽ സെറ്റിനെ എല്ലാം തന്നെ ഈ രീതിയിൽ സ്റ്റാക്ക് ചെയ്യാൻ സാധിക്കും.
അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്കിൽ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, പകരം ഇതിനെയെല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പായി തരംതിരിച്ച് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോഗ്രസീവായി നമ്മൾ അക്വയർ ചെയ്ത് സ്റ്റെബിലിറ്റി നേടി മുമ്പോട്ട് പോകുന്നതിനെയാണ് സ്കിൽ സെറ്റ് സ്റ്റാക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്കിൽ സെറ്റ് സ്റ്റാക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഒരുപാട് ഈ പറയുന്ന 3 തരത്തിലുള്ള സ്കിൽസിനെയും ഒരുമിച്ച് ഒരു ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക്, അത് കഴിഞ്ഞ് റൂഫ് ഇടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ അക്വയർ ചെയ്ത് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനിയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ നമുക്ക് കരിയർ ഗ്രോത്തും നമ്മുടെ ഒരു ഡ്രീം കരിയറിൽ നമുക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 3 സ്കില്ലുകളെ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫൗണ്ടേഷൻ. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷികമായിട്ട് വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിനെ ജനറൽ സ്കിൽസ് എന്നാണ് വിളിക്കുന്നത്. ഈ ജനറൽ സ്കിൽസിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉദാഹരണത്തിന് ഒരുപക്ഷെ അത് പല ജോലികൾക്കും പലതരത്തിലുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ആയിരിക്കും വേണ്ടത്. പക്ഷേ ലോജിക് എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ സ്കിൽസ് ഇല്ലാതെ നമ്മൾ അടുത്ത ലെവലിലുള്ള ഒരു സ്കിൽ അക്വയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരു IT എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ട ഫൗണ്ടേഷൻ സ്കിൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും റീസണിങ് സ്കിൽസും അയാൾക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾ ജാവയോ അല്ലെങ്കിൽ പൈത്തണോ പഠിച്ചതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം കഴിയുന്ന സമയത്ത് അയാൾക്ക് കരിയറിൽ മുമ്പോട്ട് പോകാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ്, ഞാൻ നിൽക്കുന്നത് സൈക്കോളജി മേഖലയിലാണല്ലോ. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ സ്കിൽ എന്ന് പറയുന്നത് എംപതി അയാൾക്കുണ്ടായിരിക്കണം. മറ്റൊരാൾ പറയുന്നത് ലിസൺ ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് അയാളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാതെ ഒരുപക്ഷെ ഞാനൊരു തെറാപ്യൂട്ടിക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഞാനൊരു സൈക്കോളജിയുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ PhD എടുക്കുകയോ ചെയ്താൽ എനിക്കൊരു നല്ല സൈക്കോളജിസ്റ്റ് ആകാൻ കഴിയില്ല. ഇതുപോലെ ഓരോ ജോലിക്കും അതിൻ്റേതായ വ്യത്യസ്തമായ ഫൗണ്ടേഷൻ സ്കിൽസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫൗണ്ടേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ സ്കിൽ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ സ്കില്ലിനകത്ത് ഈ പറയുന്ന കോഗ്നിറ്റീവ് സ്കിൽസ് വരും, സോഷ്യൽ സ്കിൽസ് വരും, അതുപോലെ ടെക്നിക്കൽ സ്കിൽസ് വരും. അത് ഓരോ ജോലിയും അനുസരിച്ച് മാറി അല്ലെങ്കിൽ ആഡ് ഓൺ ആവും. ചിലപ്പോൾ ചില ജോബിന് ചില സ്കിൽസുകൾ വേണ്ട എന്നുള്ളതായിരിക്കും, ചിലതിന് വേണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ തട്ടിലാണ് നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ല എങ്കിൽ നമ്മൾ പറയുന്ന ടെക്നിക്കൽ സ്കിൽസ് വരുന്നത്. ഈ ടെക്നിക്കൽ സ്കിൽസും ഈ പറയുന്ന ഫൗണ്ടേഷൻ സ്കിൽസും, അതിന് ടെക്നിക്കൽ സ്കിൽസ് വരുന്ന രണ്ടാമത്തെ തട്ടിനെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് സ്കിൽസ് എന്നാണ്. അതായത് ഒരു സൈക്കോളജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ എനിക്ക് തെറാപ്യൂട്ടിക് സ്കിൽസ് അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്പെസിഫിക് സ്കിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലായിരിക്കും. അപ്പോൾ ഇത് പല ജോലിയെയും നേരത്തെ ഫൗണ്ടേഷൻ സ്കില്ല് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് സ്കിൽസും പല ജോലികൾക്കും പല രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ തട്ടിലാണ് നമ്മൾ ഈ പറയുന്ന നെസ്റ്റഡ് അല്ലെങ്കിൽ അൺനെസ്റ്റഡ് സ്കിൽ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ഇവിടെ നെസ്റ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പറയുന്ന സ്കില്ലുകളെ എല്ലാം ഓരോന്നായി പെറുക്കിയെടുത്ത് ഓരോന്നോരോന്നായി ഇംപ്രൂവ് ചെയ്യുന്നതിന് പകരം ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽ പ്ലസ് അതിൻ്റെ ടെക്നിക്കൽ സ്കിൽ, ഇത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി കൺസിഡർ ചെയ്ത് അതിനെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ കരിയർ ഗ്രോത്ത് കിട്ടാതിരിക്കുന്നു അല്ലെങ്കിൽ കരിയറിൽ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയിൽ
എല്ലാവർക്കും സ്വാഭാവികമായ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ചാടിക്കേറി ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് പ്രൊഫൈൽ ഉണ്ടായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കമ്പനിയിലെ ഏറ്റവും താഴെ തട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാനേജർ ആകണം എന്നാണ് ആഗ്രഹം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാനേജറിൻ്റെ ജോബ് പ്രൊഫൈൽ ആദ്യം ഒന്ന് പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജോബ് പ്രൊഫൈൽ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും ജോബ് ഡിസ്ക്രിപ്ഷനും ആ പേഴ്സൺ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാനേജർ ആകാൻ ഉദ്ദേശിക്കുന്ന ആളിന് എന്ത് തരത്തിലുള്ള പേഴ്സൺ സ്പെസിഫിക്കേഷനാണ് വേണ്ടത് എന്ന് ആ കമ്പനി ഓൾറെഡി തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇതിന് വേണ്ട ഫൗണ്ടേഷൻ സ്കിൽ എന്ന് പറയുന്നത് 1 2 3 4 5 ഇത്രയാണ്. അതുപോലെ തന്നെ ഇതിന് എക്സൽ ചെയ്യണമെങ്കിൽ വേണ്ട സ്പെസിഫിക് സ്കിൽ എന്ന് പറയുന്നത് ഈ നമ്പർ ചെയ്ത് 1 2 3 4 ഇങ്ങനെ എണ്ണി നമുക്ക് അതിനെ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇതിനെ ഓരോന്നോരോന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം ഒരു ഫൗണ്ടേഷൻ സ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ടെക്നിക്കൽ സ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക് സ്കില്ലായി അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഇതിനെ ഒരു നെസ്റ്റഡ് സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന രീതിയിൽ, ഇതിനെ ഗ്രൂപ്പായി തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്കൈ റോക്കറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇനി ഇതെല്ലാം ഈ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുക. എനിക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും തന്നെ സ്വമേധയാ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ സ്കില്ലുകൾ അക്വയർ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സ്വമേധയാ തോന്നണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് തോന്നാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു താല്പര്യം ഉണ്ടാകാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം നമ്മൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് മിക്കവാറും അത് എല്ലാ കമ്പനികളിലും എല്ലാ ഓർഗനൈസേഷൻസിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഞാൻ വേറൊരു പ്രോസസ്സിലേക്ക് മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വമേധയാ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രോസസ്സുകൾ ഉള്ളത്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യം ചെയ്തു തുടങ്ങാം. അതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൽ സെറ്റ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക, rather than focusing on joining a new course, acquiring certificates. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കരിയർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കരിയർ പ്രോഗ്രസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്കിൽ എന്തായിരിക്കും, ഇതിൻ്റെ സ്പെസിഫിക് സ്കിൽ എന്തായിരിക്കും, ഇതെങ്ങനെയാണ് നെസ്റ്റഡ് സ്കില്ലായി വരുന്നത് എന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും.